ജോത്സരെ, ഈ വീട്ടിലെ 2 ഉപദ്രവങ്ങളുണ്ട്. അവര് അവരുടെ വീട്ടിൽ പോയിരിക്കുവാ. തിരികെ വരുന്നതിന് മുൻപ് ഈ കല്യാണ തീയതി ഒന്ന് കുറിക്കോ? കല്യാണ തീയതി എത്രയും പെട്ടെന്ന് വേണമെന്നല്ലേ മാഡം പറഞ്ഞത്? അതെ. രണ്ടുപേരുടെയും ജാതകം നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോക്കിക്കോളൂ. കഷ്ടകാലമൊക്കെ മാറിയിട്ടുണ്ടോന്നൊന്ന് അറിയണമല്ലോ. ചെറുക്കന്റെ നാള് പൂരമല്ലേ? അതെ. പെൺകുട്ടിയുടെ നാള് ഉത്രട്ടാതി. അതെ. പത്തില് 10 പൊരുത്തമാണ്. ഇങ്ങനെ പൊരുത്തപ്പെടുന്ന നക്ഷത്രങ്ങൾ വേറെയില്ല. ദീപക്കിന് ഇനി അങ്ങോട്ട് നല്ല കാലമാണ്. എന്നുവെച്ചാൽ ശുക്രദശയാണ്. ശുക്രനിൽ ശനിയുടെ അപകാരമുണ്ട്. എന്നുവെച്ചാൽ 8-ൽ ചൊവ്വയും 7-ൽ സൂര്യനുമാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ദീപക്കിന് ഇനി അങ്ങോട്ട് വച്ചടി കയറ്റമാണ്. 28 വയസ്സുവരെ ഈ നാളുകാരൻ മഹാപ്രശ്നക്കാരനായിരുന്നു. ദുർനടപ്പ്, അബദ്ധസഞ്ചാരം. വേണ്ട ജോത്സരെ, അതൊന്നും വിളമ്പണ്ട. ഓ, മനുഷ്യർക്കെല്ലാവർക്കും കഷ്ടകാലമൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന് വരെ അവസാന കാലം കഷ്ടപ്പാടായിരുന്നില്ലേ? തമ്മി തല്ലി കുലം വരെ മുടിഞ്ഞു പോയില്ലേ? ഐശ്വര്യവതിയായ യുവതി ഭാര്യയായി വരുന്നതോടെ ദീപക്കിന് നല്ല കാലം ആരംഭിക്കുകയാണ്. ഇനി അങ്ങോട്ട് 58 വയസ്സുവരെ യാതൊരു കുഴപ്പവുമില്ല. രാജു, ഇവര് കല്യാണ തീയതി കുറിക്കുക. കാര്യം ക്ലൈമാക്സിലേക്ക് എത്തി. ഉത്രട്ടാതി നക്ഷത്രക്കാരി ഈ ഭവനത്തിലേക്ക് കയറിവന്ന മഹാലക്ഷ്മിയാണ്. ഇനിയങ്ങോട്ട് ഭർത്താവാകുന്ന പുരുഷന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ഭവനത്തിലും ഈ കുട്ടി ഒരു നിലവിളക്കായി ശോഭിക്കും.